ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ വർഷത്തെ കർക്കടക വാവ് ബലിയെക്കുറിച്ചാണ്. ഞാൻ പറയാൻ പോകുന്ന ഒരു രഹസ്യമുണ്ട്, ഒരു കാര്യമുണ്ട്. അതറിഞ്ഞ് നിങ്ങൾ ബലി ഇടുകയാണെങ്കിൽ, ഈ പ്രാവശ്യത്തെ കർക്കടക വാവ് ബലി ഇടുകയാണെങ്കിൽ പിതൃക്കളുടെ അനുഗ്രഹം ഉറപ്പാണ്, ഒരു സംശയവും വേണ്ട. അപ്പൊ അങ്ങനെയുള്ള ഒരു വളരെ രഹസ്യമാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അതോടൊപ്പം കർക്കിടക വാവ് ബലിയെക്കുറിച്ച് അറിയേണ്ട എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്, വിശദമായിട്ട് പറയുന്നുണ്ട്. ആരും പറഞ്ഞു തരാത്ത ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണണം, കാരണം അവസാനം 2 കാര്യങ്ങളൂടെ പറയുന്നുണ്ട്. അതും കൂടെ ആകുമ്പോഴേ പൂർണ്ണമാകത്തുള്ളൂ. അപ്പൊ അത് ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്, എല്ലാ കുടുംബങ്ങളും. അപ്പൊ അത് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. വീഡിയോ മുഴുവൻ വള്ളി പുള്ളി വിടാതെ കേൾക്കണം. അത് ചെയ്യുന്നവരുടെ എല്ലാം ജീവിതം മാറും. അതുപോലെ ജീവിതങ്ങൾ മാറിയ കാര്യങ്ങളാണ്, അതുപോലെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പൊ മുഴുവൻ കേൾക്കുക, മനസ്സിലാക്കുക. ഈ വരുന്ന ഓഗസ്റ്റ് 3-ാം തീയതി 2024 കർക്കടക വാവ് ബലി ആചരിക്കുന്നത്. അതിന്റെ സംശയമൊന്നും വേണ്ട. അന്ന് അങ്ങ് അമ്പലത്തിൽ പോയി ചെയ്യുക, അതിനകത്ത് ഒരു ഡൗട്ടിന്റെ ആവശ്യമില്ല. അന്നാണ് ആചരിക്കുന്നത്. ഇനിയും ബലി ആർക്ക് വേണേലും ഇടാം. സ്ത്രീക്കോ പുരുഷനോ ഭേദമില്ലാതെ ശുദ്ധവൃത്തിയുള്ള ആർക്ക് വേണേലും ബലിയിടാം. ചിലർക്ക് സംശയമുണ്ട്, എന്റെ വീട്ടിൽ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്, അമ്മ ജീവിച്ചിരിപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ബലിയിടണോ? അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട്, നല്ല കാര്യം. പക്ഷെ അതുകൊണ്ട് ബലിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ബലി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയ ധാരാളം ആളുകൾ ഉണ്ടായിരിക്കുമല്ലോ, അത് എല്ലാ കുടുംബത്തിലും ഉണ്ടല്ലോ. മരണപ്പെട്ടു പോയ, അങ്ങനെ ആ കുടുംബത്തിൽ അച്ഛൻ വഴിയും അമ്മ വഴിയും മരണപ്പെട്ടു പോയ ആ പിതൃക്കൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അല്ലാതെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളതല്ല ഇവിടുത്തെ കാര്യം. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ തലമുറയ്ക്ക് മുമ്പ് എത്രയോ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുടുംബത്തിലെ നമുക്ക് മുമ്പ് മരണപ്പെട്ട അച്ഛൻ വഴി അമ്മ വഴിയുള്ള എല്ലാ പിതൃക്കൾക്കും വേണ്ടിയാണ് ഈ പ്രാർത്ഥന, ഈ കർക്കിടക വാവ് ബലി ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാവർക്കും ചെയ്യാം, സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും, ശുദ്ധിയുള്ള എല്ലാവർക്കും പോയി ചെയ്യുക. ഇനി അതിൻ്റെ അകത്തും സംശയം വേണ്ട. ഇനിയും പറയാൻ പോകുന്ന കാര്യം, കർക്കിടക വാവ് ബലി ക്ഷേത്രത്തിൽ ചെയ്യണം. അത് ശിവക്ഷേത്രത്തിലോ ഭദ്രകാളിയമ്മയുടെ ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ എവിടെ വേണേലും ചെയ്യാം. കുളമുള്ള ക്ഷേത്രം ആണെങ്കിൽ അത് വളരെ നന്നായിരിക്കും, അതിൻ്റെ അകത്ത് കാര്യമുണ്ട്. ഇനി അല്ലാത്തത് ചെയ്യുന്നതും കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുളമുള്ളതാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. കാരണം ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഇത് അവസാനം തർപ്പിക്കുക, എല്ലാം കൂടെ ആ വെള്ളത്തിലേക്ക് നമ്മളിങ്ങനെ പുറകോട്ട് ഇടുമ്പോൾ അത് പരിപൂർണത അവിടെ ഉണ്ടാകും. അതൊരു പരിപൂർണത ആ ജലത്തിലേക്ക് അത് സമർപ്പിക്കുമ്പോൾ. പിന്നെ ഇനിയും കുളമില്ലാത്തടത്തും ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമുണ്ടെന്നല്ല പറഞ്ഞാൽ കുറച്ചുകൂടി നല്ലത് ഈ കുളമുള്ള ആ ക്ഷേത്രത്തിൽ ചെയ്യുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നുള്ളൂ. കുളമില്ലാത്തടത്തും ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല, അത് നല്ലത് തന്നെയാണ്. കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനിയും ബലിയിടുമ്പോൾ അറിയേണ്ട ഒരു രഹസ്യമുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. അത് അറിഞ്ഞ് നിങ്ങൾ ബലിയിടുകയാണെങ്കിൽ പിതൃക്കൾ ഉറപ്പായിട്ടും നിങ്ങളിൽ പ്രസാദിച്ചിരിക്കും. അതിനകത്ത് യാതൊരു മാറ്റവും വേണ്ട. അങ്ങനെ ചെയ്ത കുടുംബങ്ങളെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് മനസ്സിലാക്കാതെ നിങ്ങൾ എത്ര ബലിയിട്ടാലും അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടാകണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ കാര്യം ഞാൻ പറഞ്ഞു തരാം. പക്ഷെ ആ കാര്യം പറയുന്നതിന് മുമ്പ് ബലി ഇടുന്നതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ രഹസ്യത്തിലേക്ക് ഞാൻ വരാം. ഇപ്പം ബലി ഇടുന്നതിന് ഒരു 3 ദിവസം മുമ്പെങ്കിലും നിങ്ങൾ ഒരു വ്രതം എടുക്കുന്നത് നല്ലതാണ്. വ്രതം എന്ന് വെച്ചാൽ ഞാനീ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതായത് മനസ്സാ വാച കർമ്മണ, നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. 3 ദിവസത്തേക്കെങ്കിലും കഴിയുന്നത് മറ്റുള്ളവർക്ക് ഭാരം വെക്കാതിരിക്കുക, മറ്റുള്ളവരുടെ തൊഴിലിനെ ദ്രോഹിക്കാതിരിക്കുക, മറ്റുള്ളവരെ കളിയാക്കാതിരിക്കുക, മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാതിരിക്കുക, മറ്റുള്ളവരെ ദുഷിക്കാതിരിക്കുക. ഒരു 3 ദിവസത്തേക്കെങ്കിലും അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമുള്ള ഒരു 3 ദിവസത്തേക്കെങ്കിലും ഒന്ന് മാറ്റിവെക്കുക. ഇതെന്നും ചെയ്യാതിരിക്കാൻ നല്ലതാണ്. ഇനി ചിലർക്ക് ചിലപ്പോൾ ഒരു കുറ്റം പറയാതിരിക്കാൻ ഒന്നും സാധിച്ചെന്ന് വരത്തില്ല. അങ്ങനെയുള്ള ഒരു 3 ദിവസത്തേക്കെങ്കിലും നിങ്ങൾ അത് മാറ്റി വെക്കണം.
3 4 ദിവസം കർക്കിടക ബലിയുടെ അന്നൂടെ കൂട്ടി. അപ്പം കർക്കിടക ബലിക്ക് മുമ്പ് 3 ദിവസം വ്രതമായിരിക്കണം. കർക്കിടക ബലിയുടെ അന്നും വ്രതത്തിലാണെങ്കിൽ ഏറ്റവും നല്ലത്. ഫലം വർഷത്തിൽ ഒന്നാണ് ചെയ്യുന്നത്. അത് നല്ല രീതിയിൽ ചെയ്താൽ നിങ്ങളുടെ കുടുംബമേ രക്ഷപ്പെട്ടു പോകും. പിള്ളേരൊന്നും മോശം വഴിക്ക് പോകത്തില്ല. അല്ലെ ചിലപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഉണർന്ന് എഴുന്നേൽക്കുമ്പോഴായിരിക്കും പിള്ളേർ അതുവഴി പോയി ഇതുവഴി പോയി. അതൊക്കെ ഒരു പിതൃക്കളുടെ അനുഗ്രഹം ഇല്ലാത്തതുകൊണ്ടും ദൈവാധീനം ഇല്ലാത്തതുകൊണ്ടുമാണ്. അവരൊക്കെ നല്ല രീതിയിൽ വരും. അവരെ തന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അനുഷ്ഠിക്കണം. പിതൃപ്രീതി എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. അപ്പൊ ചിലർ വിചാരിക്കും ബലി ഇടണോ ഭയങ്കര സംശയമാണ്. ബലി ഇട്ട് കഴിയുമ്പോൾ അറിയാം അതിന്റെ ഗുണം. ശരിയായിട്ട് ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം അതിന്റെ ഗുണം. അത് ഇട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ബലി ഇട്ട് തന്നെ മനസ്സിലാക്കേണ്ട കാര്യം അത്. അതുകൊണ്ടാണ് ബലി ഇട്ടവര് എല്ലാ വർഷവും പോയി ഇടും. ഓരോ വർഷം കൂടുന്തോറും ബലി ഇടാൻ ആളുകൾ കൂടിക്കൂടി വരുന്നതിന്റെ കാരണം അതാണ്. സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഓരോ വർഷം കൂടുമ്പോഴും ആളുകൾ കൂടുന്നതിന്റെ കാര്യം ഇടുന്നവർക്കേ അത് അറിയത്തുള്ളൂ, അതിന്റെ ഗുണം, അതിന്റെ ആ ഒരു നല്ല അനുഭവങ്ങൾ. ഇടാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. അപ്പൊ ഇട്ടവരത് വീണ്ടും അത് ഓരോ വർഷം വന്നവർ ഇടും. കാരണം അവർക്കറിയാം അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങൾ ഉണ്ടായി. പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നേടാൻ പറ്റാത്തതായിട്ട് യാതൊന്നുമല്ല, ഒരു കാര്യമില്ല. എന്തും നേടിയെടുക്കാം പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ട്. എന്നാൽ പിതൃക്കളുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ എന്ത് നേടിയാലും ഒന്നും അനുഭവമാകണമെന്നില്ല. അപ്പോൾ 3 ദിവസം മുമ്പ് വ്രതമെടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ സസ്യാഹാരങ്ങൾ കഴിവതും ഉപയോഗിക്കുക. ചായക്കടയിൽ നിന്നോ വെളിയിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കുക. അതിൽ കാര്യമുണ്ട് കേട്ടോ, ഒഴിവാക്കുക. പിന്നെ മദ്യപാനം, ലഹരി, അതുപോലുള്ള കാര്യങ്ങൾ അതൊക്കെ മദ്യപിക്കുന്നവർ അങ്ങനെ ഉപയോഗിക്കുന്നത് അത് തൽക്കാലം 3 ദിവസത്തേക്കെങ്കിലും അത് ഒഴിവാക്കുക. 3 4 ദിവസം കർക്കിടക ബലിയുടെ അന്നും വ്രതം ആചരിക്കണം. കർക്കിടക ബലിക്ക് മുമ്പ് 3 ദിവസവും വ്രതം ആചരിക്കണം. അങ്ങനെ മൊത്തം 4 ദിവസം വ്രതം ആചരിച്ചാൽ അത് വലിയ ഐശ്വര്യമായിട്ട് വരും. അപ്പോൾ ലഹരി കാര്യങ്ങൾ അല്ലെങ്കിൽ മദ്യപാനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ഈ വ്രതമെടുക്കുന്ന സമയങ്ങളിൽ പാടില്ല. പിന്നെ ഉച്ചയുറക്കം പാടില്ല. പിന്നെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. ദമ്പതികളായിട്ടുള്ള ഒരു ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. അതിനകത്ത് കാര്യമുണ്ട്. അതാ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചാൽ നിങ്ങളിടുന്ന ആ ബലി അത് വളരെ ശ്രദ്ധയോടുകൂടിയും സങ്കല്പശുദ്ധിയോടുകൂടിയും ചെയ്യാൻ പറ്റും. അപ്പോഴാണ് അത് ഫലമാകുന്നത്. ബ്രഹ്മചര്യം അനുഷ്ഠിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യുന്ന ആ ബലികർമ്മങ്ങളിൽ ഏകാഗ്രത ഉണ്ടായി വരികയും തർപ്പണത്തിൽ സങ്കല്പശുദ്ധി ഉണ്ടായി വരികയും നിങ്ങളുടെ പ്രാർത്ഥന ഫലം കാണുകയും ചെയ്യും. ഒരു സംശയവും വേണ്ട. വർഷത്തിൽ ഒന്നല്ലേ ചെയ്യുന്നത്, അത് നമ്മൾ ആ രീതിയിൽ ചെയ്യുക, നമ്മൾ ആ നല്ല രീതിയിൽ ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എല്ലാവർക്കും അതിന്റെ അനുഗ്രഹം ഉണ്ടാകും. ഞാൻ ഇത്ര വിശദമായിട്ട് പറഞ്ഞുതരാൻ കാര്യം, ഞാൻ ഈ പറയുന്നത് കൊണ്ട് എത്രയോ അതുപോലെ ബലി ഇടുന്ന കുടുംബങ്ങളിൽ എത്രയോ കുടുംബങ്ങളിലെ ആ പിതൃക്കൾ കൂടെ മോക്ഷം ലഭിക്കും. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഭൂമിയിൽ വന്നത് ചെയ്യാൻ ഏറ്റവും നല്ല കാര്യമാണ്. ഞാനീ പറയുന്ന രീതി ബലി ഇട്ടാൽ ഈ പിതൃക്കൾക്ക് ഒരുപാട് കുടുംബങ്ങളെ ചെയ്യുന്നവർക്കെല്ലാം ആ കുടുംബങ്ങളിലെല്ലാം പിതൃക്കൾക്ക് ഒരു ഈശ്വരഗതി ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ ഞാൻ അതുപോലുള്ള ഒരു നല്ല സത്പ്രവൃത്തി പറഞ്ഞു തരുന്നത്. അപ്പൊ എനിക്കത് എനിക്ക് പറ്റുന്ന വലിയൊരു പുണ്യമാണ്. അതുകൊണ്ട് എത്ര വിശദമായിട്ട് പറഞ്ഞു തരുന്നത്. ഉറപ്പാ പിതൃക്കൾക്ക് സദ്ഗതി ഉണ്ടാകും. കാരണം ഞാൻ ക്രിയാകുണ്ടലി പ്രാണായാമം സ്വീകരിച്ചതാണ്, ശിവവിദ്യ ചെയ്യുന്നതാണ്, ധാരാളം സൂക്ഷ്മവിദ്യകൾ ചെയ്യുന്ന ആളാണ്. എനിക്ക് പല ആത്മീയ രഹസ്യങ്ങളും അറിയാം. അതുകൊണ്ടാണ് പറയുന്നത്. അതെനിക്ക് സംശയമൊന്നുമില്ല. ശിവാനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഓച്ചിറ ഉണ്ടിക്കാവി ഇരുന്നപ്പോൾ ഭഗവാന്റെ നേരിട്ടുള്ള അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം എങ്ങനെ ചെയ്യണം. എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അത് അച്ചട്ടാണ്. ആ കുടുംബത്തിലെ എല്ലാ പിതൃക്കൾക്കും അത് ഈശ്വര സദ്ഗതി ഉണ്ടാവും, യാതൊരു സംശയമില്ല. ആ ഒരു സന്തോഷത്തോടു കൂടിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മളൊക്കെ ഭൂമി ജനിച്ചതിന്റെ ആ ഒരു പ്രയോജനവും ഒരുപാട് ഇതുപോലെ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജന്മം ഏറ്റവും പുണ്യമാകുകയാണ്. ആ ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് ഫുൾ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇതുപോലെ ആരും ഒരിക്കലും ഒരിടത്തും പറഞ്ഞു തരികയില്ല, ഒരിക്കലും. അതുപോലുള്ള സൂക്ഷ്മ വിദ്യകൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഈശ്വര പ്രാർത്ഥനയോടുകൂടി വ്രതമുള്ള ഈ 3 ദിവസങ്ങൾ, പിന്നെ 4ാമത്തെ ദിവസവും കർക്കിടക ബലിയുടെ അന്നും അതിനു മുമ്പുള്ള 3 ദിവസങ്ങളും ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഇരിക്കണം. ഈശ്വര പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വേണമെന്നറിയാമോ? ഇങ്ങനെ പ്രാർത്ഥിക്കണം. നിങ്ങൾ ഈ വ്രതത്തോടുകൂടി ഇരിക്കുമ്പോഴെല്ലാം ആദ്യം ഓം നമോ നാരായണായ ജപിക്കണം.
ഓം നമോ നാരായണായ നമാന്ന് ജപിക്കരുത്. ഓം നമോ നാരായണായ. ഈ മന്ത്രത്തിന് പിതൃപ്രീതി നൽകാൻ വളരെ ശക്തിയുള്ള ഒരു മന്ത്രമാണ്. അപ്പൊ അത് നിങ്ങൾ ജപിക്കുക രാവിലെയും വൈകിട്ടും. രാവിലെ നിങ്ങൾ കുളി കഴിഞ്ഞ് കുളിമുറയിൽ നിന്നുകൊണ്ട് വടക്കോട്ട് നോക്കി ഒരു 3 തവണ ജപിക്കാം. പിന്നെ കിഴക്കോട്ട് നോക്കി ജപിക്കാം. വൈകുന്ന പാടും കുളി കഴിഞ്ഞോ അല്ലെങ്കിൽ കാലും മുഖവും കഴുകിട്ടോ കുളിമുറയെന്ന് വടക്കോട്ട് നോക്കി ഓം നമോ നാരായണായ 3 തവണ ജപിക്കാം. കിഴക്കോട്ട് നോക്കി ഓം നമോ നാരായണായ 3 തവണ ജപിക്കാം. പിന്നെ ഈ വ്രതമുള്ള ദിവസങ്ങളിലെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഞാൻ ഈ പറയുന്ന പ്രാർത്ഥന ചൊല്ലണം. ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ മതി. റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ വഴി നടക്കുമ്പോഴൊന്നും ചെല്ലരുത്. ഫ്രീ ആയിട്ടിരിക്കണം. ഞാൻ പ്രാർത്ഥന പറഞ്ഞുതരാം. അത് ഇവിടെ തുടങ്ങുകയാണ് ആ രഹസ്യമുള്ള കാര്യങ്ങൾ. പക്ഷെ ഞാൻ കൃത്യ ആ രഹസ്യത്തിലേക്ക് ബലിയിടുന്ന സമയത്ത് ചെയ്യേണ്ടതാണ് ഒരു രഹസ്യം. അതിലേക്ക് ഞാൻ വരുന്നേ ഉള്ളൂ. ഇവിടെ തൊട്ട് തുടങ്ങുകയാണ് ശരിയായിട്ടുള്ള ആ രഹസ്യവിദ്യകൾ തുടങ്ങുകയാണ്. ഈശ്വര, ഈശ്വര എന്ന് വിളിച്ചാൽ മതി. നിങ്ങൾ ഒരു പേരും വിളിക്കണ്ട. ഓം നമോ നാരായണ രാവിലെ വേണ്ടി ജപിക്കണം. അല്ലാതെ ഞാൻ ഈ പ്രാർത്ഥന ചെയ്യുമ്പോൾ വ്രതത്തോടു കൂടി നിങ്ങൾ ഈ 3 ദിവസം ബലിക്ക് മുമ്പുള്ള 3 ദിവസം വ്രതത്തോടു കൂടി ഇരിക്കുമ്പോൾ ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ഈ പ്രാർത്ഥന ചൊല്ലുക. ഈശ്വര, ഈശ്വര എന്ന് വിളിച്ചാൽ മതി. ഈശ്വര, എന്റെ കുടുംബത്തിൽ അച്ഛൻ വഴിയും അമ്മ വഴിയും മരണപ്പെട്ട എല്ലാ പിതൃക്കൾക്കും ഈശ്വരീയമായ സദ്ഗതി നൽകുവാൻ കരുണ ഉണ്ടാകണേ ഈശ്വര. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ഞാൻ ഈ ചെയ്യുന്ന വ്രതവും ഞാൻ ഇടാൻ പോകുന്ന ഈ ബലിയും എല്ലാം അതിനു വേണ്ടിയാണ്. അതെല്ലാം നീ പരിപൂർണതയിൽ എത്തിക്കണമേ. എൻ്റെ ആ സർവ്വസമർപ്പണവും ആ പിതൃക്കളുടെ മോക്ഷത്തിന് ഈശ്വരഗതിക്ക് വേണ്ടിയാണ്. ഈശ്വര, നീ അത് അവർക്ക് നൽകണേ. ഇത്രയും പ്രാർത്ഥിച്ചാൽ മതി. എഴുതി വെക്കുക. ഒരു സംശയം വേണ്ട. ആ പിതൃക്കൾക്ക് സദ്ഗതി കിട്ടിയിരിക്കും. ഇനിയും ബാക്കി ബലി ഇടുമ്പോഴും അറിയേണ്ട ഒരു കാര്യമുണ്ട്. മുഴുവൻ അറിയണം കേട്ടോ. ഇപ്പം ഈ പ്രാർത്ഥന ഇതുപോലെ എഴുതിയെടുക്കുക. ഇത് നിങ്ങൾ ഈ ബലി ഇടുന്നതിന് ഒരു 3 ദിവസം മുമ്പ് മുതൽ ഈ 3 ദിവസവും ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ മനസ്സിൽ ജപിക്കുക. ഇത് ജപിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വലത് കൈയില് ഉള്ളം കൈയിൽ അല്പം വെള്ളം തൊട്ട് കൈ രണ്ട് കൂട്ടി തിരുമ്മിയിട്ട് ജപിച്ചാൽ വളരെ പെട്ടെന്ന് ഫലം ഉണ്ടാവും. ഇത് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കണം. ഇനിയും നമ്മൾ കർക്കിടക ബലിയുടെ അന്ന് നമ്മൾ അമ്പലത്തിൽ പോകുന്നു. അടുത്തുള്ള അമ്പലത്തിൽ പോകുന്നു. അപ്പോൾ കേട്ടോണം, ഇനിയാണ് പ്രധാന രഹസ്യം പറയാൻ പോകുന്നത്. അമ്പലത്തിൽ പോകുന്നു. അമ്പലത്തിൽ പോയി അന്ന് നമ്മൾ കഴിവതും വ്രതത്തോടു കൂടി നിൽക്കണം. ഇനി കർക്കിടക ബലിയുടെ തലേ ദിവസം ഒരിക്കലെടുക്കുന്നത് നല്ലതാണ്. അന്ന് മാത്രം. ഒരിക്കൽ എന്ന് വെച്ചാൽ ഒരു നേരം മാത്രം അരി ചേർന്ന ആഹാരം എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാം. അല്പം മിത ആഹാരമായിരിക്കണം. മിത ആഹാരം വളരെ കുറച്ച് അല്പം ചോറുണ്ണാം, വെള്ളവും കുടിക്കാം ഉച്ചയ്ക്ക്. ബാക്കി 2 നേരം അരി അല്ലാത്ത ചപ്പാത്തിയോ ഫ്രൂട്ട്സോ കഴിക്കാം, വെള്ളം കുടിക്കാം. അങ്ങനെ ഒരിക്കലെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കർക്കിടക ബലിയുടെ തലേ ദിവസം. അപ്പം പുറകോട്ട് 3 ദിവസം വ്രതമായിരിക്കണം. അത് കർക്കിടക ബലിയുടെ തലേ ദിവസം ഒരിക്കലെടുക്കുക. ഇനി മരുന്നൊക്കെ കഴിക്കുന്നവരെ, ആരോഗ്യസ്ഥിതി അനുകൂലമല്ലാത്തവരെ ഈ ആഹാര കാര്യത്തിലോ ഒരു നിഷ്ഠയോ വ്രതമോ ഒന്നും പാലിക്കേണ്ട. മനഃശുദ്ധി ഉണ്ടായാൽ മതി, പ്രാർത്ഥന മതി. അവർ വ്രതം എടുക്കണമെന്നില്ല. മരുന്നൊക്കെ കഴിക്കുന്നവർ അവർക്ക് ആഹാരം യഥേഷ്ടം കഴിക്കുക, അതിലൊന്നും ഒരു തെറ്റില്ല. അവർ പ്രാർത്ഥന ചെയ്താൽ മതി മനഃശുദ്ധിയോടുകൂടി. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആരോഗ്യസ്ഥിതി അനുകൂലമുള്ളവർ ഈ പറഞ്ഞ രീതിയിൽ വ്രതം എടുക്കുക. കർക്കിടക ബലിയുടെ തലേ ദിവസം ഒരിക്കലെടുക്കുക. എന്നിട്ട് കർക്കിടക ബലിയുടെ അന്ന് നമ്മൾ രാവിലെ അമ്പലത്തിൽ പോകുന്നു. പോയി അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞ് നമ്മൾ ഈ കുളത്തിൽ മുങ്ങുന്നു, അല്ലേ? കുളത്തിൽ മുങ്ങുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിലെല്ലാം ജലാംശമാണ്. തല തോർത്തണ്ട. അത് നമ്മൾ തല ഇങ്ങനെ തുടച്ചാൽ മതി. ഇനിയും തോർത്തമെന്നുള്ളവർക്ക് തോർത്താം. പക്ഷെ ശരീരത്തിൽ ജലാംശം വേണം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ തുടച്ചു കഴിഞ്ഞാൽ തന്നെ ആ ജലം അങ്ങ് മാറിക്കോളും. അപ്പം ജലാംശത്തോടു കൂടി ആ നിമിഷം മുതൽ ഈ തോർത്തുള്ളവർക്ക് പനിയൊക്കെ പിടിക്കുന്നുള്ളവർക്ക് തോർത്താം. പക്ഷെ പനിയൊന്നും അങ്ങനെ പിടിക്കാറില്ല. അതൊക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം. എങ്കിലും നമ്മളൊക്കെ ചെയ്യുന്നത് ഇപ്പം വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ തോർത്തൊന്നും വേണ്ട, ഇങ്ങനെ ഒന്ന് കൈകൊണ്ടൊന്ന് തൂത്താൽ മതി. വെള്ളം കൂടുതലുണ്ടെങ്കിൽ ജലാംശത്തോടു കൂടി നിൽക്കണം. അവിടെ മുതൽ തുടങ്ങുകയാണ് കാര്യം. ആ നിമിഷം മുതൽ, ജലാംശത്തോടു കൂടി നിൽക്കുന്ന ആ നിമിഷം മുതൽ ഈ പറഞ്ഞ ആദ്യം ഓം നമോ നാരായണായ മനസ്സ് ജപിക്കണം. അതിനുശേഷം ഈശ്വര, എന്റെ കുടുംബത്തിൽ അച്ഛൻ വഴിയും അമ്മ വഴിയും മരണപ്പെട്ട എല്ലാ പിതൃക്കൾക്കും ഈശ്വരീയമായ സദ്ഗതി ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. അത് പരിപൂർണതയിലെത്താനും അവർക്ക് ഈശ്വരീയമായ സദ്ഗതി ലഭിക്കാനും ഈശ്വര അവിടുത്തെ കൃപ ഉണ്ടാകണേ.
ഞാൻ അവിടുത്തോട് അപേക്ഷിക്കുന്നു. ഈശ്വരന് നന്ദി 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 എന്ന് 3 പ്രാവശ്യം പറയുക. ഈ പ്രാർത്ഥന മനസ്സിൽ കാണണം. ഈ പ്രാർത്ഥന മനസ്സിൽ കാണണം ആ നിമിഷം മുതൽ. ഈ ഒരു പ്രാർത്ഥനയ്ക്കകത്ത് ഒരുപാട് രഹസ്യമുണ്ട്. ഈശ്വര എന്ന് വിളിക്കുന്നതിനകത്തും കാര്യമുണ്ട് കേട്ടോ. അതൊരു രഹസ്യമാണ്. ആ ഈശ്വര എന്നുള്ള വിളിക്കകത്തൊരു രഹസ്യമുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ പിതൃക്കളോട് പ്രാർത്ഥിക്കുന്നത് തെറ്റില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ബലം നൽകുന്നത് പിതൃക്കൾക്ക് വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കുമ്പോഴാണ്. പിതൃക്കൾക്ക് ഒരു മോക്ഷം ഉണ്ടാകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കും. ശ്രദ്ധിച്ച് കേൾക്കുക. പിതൃക്കളോട് നമുക്ക് പ്രാർത്ഥിക്കാം, അതിൽ തെറ്റില്ല. പക്ഷെ കൂടുതൽ ബലം ഉണ്ടാകുന്നത് പിതൃക്കൾക്ക് വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കുമ്പോൾ പിതൃക്കൾക്ക് ഈശ്വരൻ ഒരു സദ്ഗതി കൊടുക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ഐശ്വര്യം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ തവണയും ചെയ്യേണ്ടത് പിതൃക്കൾക്ക് വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഈശ്വര, ഞാനീ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ആ പിതൃക്കൾക്ക് മോക്ഷത്തിന് വേണ്ടിയാണ്. അത് പരിപൂർണതയിലെത്താൻ ഈശ്വര അവിടുന്ന് സഹായിക്കണേ. ഈശ്വര, അവിടുന്ന് എന്റെ അച്ഛൻ വഴിയോ അമ്മ വഴിയോ മരണപ്പെട്ട എല്ലാ പിതൃക്കൾക്കും ഈശ്വര്യമായ സദ്ഗതി നൽകണേ. ഈശ്വര, അവിടത്തേക്ക് നന്ദി 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 എന്ന് മനസ്സിൽ പറയാം. ഈ ഒരു പ്രാർത്ഥന, ഈ ഒരു സങ്കല്പം, ഈ ബലി തീരുന്നിടം വരെ മനസ്സിലുണ്ടാകണം. നിങ്ങൾ ചെയ്യുന്ന ആ കർമ്മം പരിപൂർണമാകും. അത് ഈശ്വരനിലെത്തുക പ്രാർത്ഥന. നിങ്ങൾക്ക് ആ പിതൃക്കൾക്ക്, നിങ്ങളുടെ കുടുംബത്തിൽ ഏത് കുടുംബത്തിലാണെങ്കിലും മരണപ്പെട്ട പിതൃക്കൾക്ക് ഈശ്വരീയമായ സദ്ഗതി ഉണ്ടാകും. യാതൊരു സംശയം വേണ്ട. അപ്പോഴേ എപ്പോൾ ഇതുപോലെ ഈ പ്രാർത്ഥന ചെയ്യുമ്പോഴൊക്കെ ഒരിക്കലും പിതൃക്കളെ നിങ്ങൾ സ്മരിക്കുമ്പോൾ ദുഃഖത്തോടുകൂടി സ്മരിക്കരുത്. സന്തോഷത്തോടുകൂടി വേണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അത് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് അവർക്ക് ഈശ്വരീയമായ ഒരു സദ്ഗതി നൽകുന്നത്. നിങ്ങൾ മരണപ്പെട്ടു പോയ ഒരു പിതൃക്കളെയും ദുഃഖത്തോടുകൂടി സ്മരിക്കരുത്. സന്തോഷത്തോടുകൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈശ്വരനോട് പ്രാർത്ഥിക്കണം. അപ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. അതെപ്പോഴും ഓർത്തുകൊള്ളുക. ഇനിയും നമ്മൾ അവിടെ ബലിയിടാനിരിക്കുന്നു. അവിടെ ഒരു ആചാര്യൻ കാണും. ഇത് പറഞ്ഞു തരാൻ ഒരാൾ കാണും. അതാരുമായിക്കൊള്ളട്ടെ, അദ്ദേഹം പറയുന്നത് പൂർണ്ണമായും അനുസരിക്കണം. നമുക്ക് ചിലപ്പം പല കാര്യങ്ങളിൽ അറിയാതിരിക്കും, അറിയത്തില്ലായിരിക്കും, അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. അതൊക്കെ അങ്ങ് മാറ്റി വെച്ചേക്കുക. ആചാര്യന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം ഗുരുവാണ്. ആചാര്യൻ എന്തു പറഞ്ഞോ അത് അതേപടി അനുസരിക്കുക. അവിടെ യാതൊരു സംശയത്തിന്റെയും കാര്യമല്ല. ആചാര്യൻ പറയുന്നത് പ്രമാണമായിട്ട് അനുസരിക്കണം. അത് എന്തിനാണെന്നറിയാമോ? അപ്പോഴാണ് സങ്കല്പശുദ്ധി ഉണ്ടാകുന്നത്. സങ്കല്പശുദ്ധി ഉണ്ടാകുമ്പോഴേ ചെയ്യുന്ന പ്രവൃത്തി, കർമ്മം, പ്രാർത്ഥന ഫലമായിട്ട് വരത്തുള്ളൂ. അല്ലാതെ നമ്മളൊരു പ്രാർത്ഥനയോ ഒരു പ്രവൃത്തിയോ ചെയ്താൽ യാന്ത്രികമായപ്പോ അത് ഫലമുണ്ടാകത്തില്ല. ആചാര്യനെ ആദ്യം മനസ്സുകൊണ്ട്, ആചാര്യന്റെ പാദങ്ങളെ മനസ്സുകൊണ്ട് പ്രണമിക്കുക. ഏത് ആചാര്യനുമായിക്കോട്ടെ. അപ്പോഴാണ് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു ബലിക്ക് ഫലമുണ്ടാകുന്നത്. ആചാര്യനെ മനസ്സുകൊണ്ട് ആചാര്യന്റെ പാദത്തെ സ്മരിക്കുക, പ്രണാമം പറയുക. അദ്ദേഹം പറയുന്നത് അതേപടി ഓരോ വാക്കും കേട്ട് അതേപടി അനുസരിച്ച് അത് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞ് അപ്പം നമ്മൾ ആചാര്യൻ പലരും പല രീതിയിലായിരിക്കും. ചിലയിടത്തൊക്കെ വ്യത്യാസങ്ങൾ കാണും. ഞാൻ എവിടെ ബലിയിട്ടാലും ആചാര്യൻ എന്ത് പറയുന്നു അതുപോലെ തന്നെ ഞാൻ കേൾക്കും. ബാക്കിയെല്ലാം ഞാൻ മറന്നേക്കും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം ഈ ഗംഗേച്ച, യമുന ആ പുണ്യനദികളെ ആവാഹിക്കുന്നു. ആവാഹിച്ചു കഴിഞ്ഞ് വിഷ്ണുപാദത്തിൽ നിന്നും ആ ഒരു പിതൃക്കളെ ആവാഹിച്ചു വരുത്തുന്നു. പിതൃക്കൾക്ക് ജലഗന്ധ പുഷ്പങ്ങൾ, പിണ്ടവുമൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ ചെയ്ത് വിഷ്ണുപാദത്തിലേക്ക് ഉദ്ദേശിക്കുന്നു. ഇതെല്ലാം ചെയ്തു കഴിയുമ്പോൾ നമ്മൾ ആ പിണ്ടം എടുത്ത് നമ്മൾ ജലത്തിലെ അവിടെ വന്നു നിന്ന് പുറകോട്ട് ഇടുന്നു. ആ ജലത്തിലേക്ക് ഇടുന്നു. പുറകോട്ടിട്ട് കഴിഞ്ഞ് നമ്മൾ പിന്നെ തിരിഞ്ഞു നോക്കരുത്. പിന്നെ ഒന്നും ചിന്തിക്കേണ്ട. അവിടുന്ന് മുന്നോട്ട് നടന്നു പോരുക. പിന്നെ ജലം തൊട്ട് വേണേൽ തലയിൽ തളിക്കുകയോ മുങ്ങുകയോ ചെയ്യുക. എന്നിട്ട് മുന്നോട്ട് പോരുക. പുറകോട്ട് നോക്കുകയോ ചെയ്യരുത്. പിന്നെ ഞാൻ ചെയ്തത് ശരിയായോ, ഞാൻ ഇട്ടത് ശരിയായോ ഒന്നും ചിന്തിക്കരുത്. പിതൃക്കൾക്ക് മോക്ഷം കിട്ടുമോ ഒന്നും സംശയിക്കരുത്, ഒന്നും ചിന്തിക്കരുത്. ആ ഒരു ഭാഗം വളരെ പ്രധാനമാണ്. അപ്പം ആ ജലത്തിലേക്ക് ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ അത് പരിപൂർണമാകുകയാണ് അവിടെ. എന്നിട്ട് നമ്മൾ വേണമെങ്കിൽ ഒന്നിങ്ങനെ പുറകോട്ട് ഇട്ട് കഴിഞ്ഞ് ഒന്ന് മുങ്ങാം. അല്ലെങ്കിൽ വെള്ളം തെളിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. പുറകോട്ട് നോക്കരുത്, ഒന്നും ചിന്തിക്കരുത്.
അപ്പൊ ഇതിനകത്ത് ഏറ്റവും വലിയ രഹസ്യം, നിങ്ങൾ ആ ബലിയിടാൻ തുടങ്ങുമ്പോൾ തൊട്ട് ഞാൻ പറഞ്ഞ ആ ഈശ്വരീയമായ പ്രാർത്ഥന മനസ്സിലെപ്പോഴും മനസ്സുകൊണ്ട് ചൊല്ലുക. ആ പ്രാർത്ഥന മനസ്സിൽ വെച്ചുകൊണ്ട് എല്ലാം ചെയ്യുക. ആ പ്രാർത്ഥന ചൊല്ലുക. ഈ ഈശ്വരീയമായി ഞാൻ പറഞ്ഞ ആ പ്രാർത്ഥന ചൊല്ലിക്കോണം. നിങ്ങളിതെല്ലാം ചെയ്യുന്നതിന് തൊട്ട് മുമ്പും ഇത് ചെയ്തു കഴിഞ്ഞു ആ ഒരു പ്രാർത്ഥനയോടുകൂടി വേണം ഇത് പുറകോട്ടിടാൻ. മനസ്സിലായോ? ഈശ്വര, ഞാനീ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം എൻ്റെ കുടുംബത്തിലെ അഖില പിതൃക്കൾക്കും മോക്ഷത്തിന് വേണ്ടിയാണ്. അത് ഇതൊരു ഈശ്വരീയമായ ഒരു പ്രവൃത്തിയായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. ഇത് പരിപൂർണതയിൽ എത്തിക്കണേ. എൻ്റെ ഈശ്വരീയമായ ഒരു ഉത്തരവാദിത്വമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. എൻ്റെ പിതൃക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അത് അവർക്ക് മോക്ഷമുണ്ടാകാനും ഈശ്വര സദ്ഗതി ഉണ്ടാകാനും ഈശ്വര അവിടുത്തെ കൃപ ഉണ്ടാകണമേ, ഈശ്വര എല്ലാത്തിനും അവിടുത്തേക്ക് നന്ദി എന്ന് പറഞ്ഞിട്ട് മനസ്സിലെല്ലാം പ്രാർത്ഥിച്ചിട്ട് ഇടുക. അത് പരിപൂർണമാകും, അതിനകത്തൊരു സംശയവും വേണ്ട. ഇത് കൃത്യമായിട്ട് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഏതായാലും ഒരു വർഷം എന്തായാലും ബലിയിടുന്നുണ്ട്. അത് ശരിയായിട്ട് ചെയ്താൽ ആ കുടുംബത്തിലെ എല്ലാ പിതൃക്കൾക്കും ഈശ്വര്യമായ അനുഗ്രഹം ഉണ്ടാവും. ഒരു സംശയം വേണ്ട. ഇനിയും നിങ്ങൾ ഇത് കഴിഞ്ഞ് ചെന്ന് അവിടെ ദക്ഷിണ കൊടുക്കണം ആ ആചാര്യന്. ക്ഷേത്രത്തിൽ നിങ്ങൾ തൊഴുന്നവരുണ്ട്, അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക. അമ്മയൊന്ന് വണങ്ങണം, അല്ലെങ്കിൽ ഏത് ക്ഷേത്രമാണെങ്കിലും തൊഴുത്, അതൊക്കെ അതിന്റെ ഭാഗമാണ്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം ചെയ്യുക. ഈ അന്നേ ദിവസം നിങ്ങൾ വ്രതത്തിൽ ആയിരിക്കുന്നത് നല്ലതാണ്. എന്നുവെച്ചാൽ ഒരിക്കലൊന്നും വേണ്ട, അന്നേ ദിവസം കൂടെ വ്രതത്തിൽ ഇരിക്കുന്നത് നല്ലതാണ്. പിന്നെ അന്നദാനം ചെയ്യണം അന്നേ ദിവസം. അവിടെ ഒക്കെ അതിനൊക്കെ കാര്യമുണ്ട് കേട്ടോ. അന്നേ ദിവസം നിങ്ങൾക്ക് സാധിക്കുന്ന പോലെ അന്നദാനം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ദാനങ്ങൾ, അന്നദാനമാണ് ഏറ്റവും ശ്രേഷ്ഠം. ദാനങ്ങൾ ചെയ്യുക. ഇനി ആർക്കെങ്കിലും ഒരു ആഹാരം കഴിക്കാൻ പൈസ കൊടുത്താലും അത് ദാനം തന്നെയാണ് കേട്ടോ. അപ്പൊ അന്നേ ദിവസം നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ബലി ഇട്ട് കഴിഞ്ഞ് ദാനം ചെയ്യണം. വളരെ അതിൻ്റെ അകത്ത് കാര്യമുണ്ട്. ഇനിയും ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ് ഞാൻ രണ്ട് കാര്യം കൂടെ പറഞ്ഞുതരാം. അപ്പൊ ഏറ്റവും പ്രധാന രഹസ്യം ഈ പ്രാർത്ഥനയാണ്. ഞാനീ പറഞ്ഞു തന്ന ഈ ഒരു കാര്യം അറിഞ്ഞ് നിങ്ങൾ ചെയ്താൽ പിതൃക്കളുടെ അനുഗ്രഹം ഉറപ്പാണ്. പ്രാർത്ഥിക്കുന്ന ആരോടാണ്? ഈശ്വരനോടാണ് പിതൃക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഈശ്വരനോടാണ് പിതൃക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പിതൃക്കളോടല്ല ഞാനീ പറഞ്ഞ പ്രാർത്ഥന. പിതൃക്കളോട് പ്രാർത്ഥിക്കാം, അത് നല്ലത് തന്നെയാണ്. പക്ഷെ ഞാനീ പറഞ്ഞ പ്രാർത്ഥന കൂടുതൽ ഫലം ലഭിക്കുന്നത് പിതൃക്കൾക്ക് വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. അവിടാണ് അതിന്റെ കളി കിടക്കുന്നത്, അവിടാണ് അതിന്റെ രഹസ്യം കിടക്കുന്നത്, അവിടാണ് മാറ്റം ഉണ്ടാകുന്നത്, അവിടാണ് പിതൃക്കൾക്ക് സദ്ഗതി ഉണ്ടാകുന്നത്. ആ ഈശ്വരൻ നനയ്ക്കുമ്പോഴാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള സെലുത്തായിട്ടുള്ള ആ ഈശ്വരൻ തൂണിലും തുരുമ്പിലും എല്ലാത്തിലും ഈ എനർജി ആയിട്ടും എല്ലാം പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന സർവേശ്വരൻ, ആ ഈശ്വരൻ, സെനത്തായിട്ടുള്ള പവർ, ആ ഈശ്വര എന്ന് വിളിച്ചാൽ മതി എന്ന് ഒരു പേരും അവിടെ പ്രയോഗിക്കേണ്ട. പിന്നെ 1 3 അറിയാൻ നിങ്ങൾക്ക് അതിനു മുമ്പ് ജപിക്കാം. പക്ഷെ ഈ പ്രാർത്ഥന ചെയ്യുമ്പോൾ ഈശ്വര എന്ന് വിളിച്ചാൽ മതി, അതിനകത്തെല്ലാം വരും. ഇനിയും നിങ്ങൾ ബലി ഇട്ട് കഴിഞ്ഞു. ഇനി നിങ്ങൾ വർഷത്തിൽ 2 കാര്യം കൂടെ ചെയ്യണം. ഒന്ന്, നിങ്ങളുടെ കുടുംബത്തിൽ അത് ഈ ബലിയായിട്ട് ബന്ധമില്ല, നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. ഇത് കൃത്യമായിട്ട് ചെയ്തവർക്ക് ഫലം ഉണ്ടായിട്ടുണ്ട്. പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാകുന്ന 2 കാര്യങ്ങളോടാണ്. ഒന്ന്, നിങ്ങളുടെ കുടുംബത്തിൽ അവസാനമായി ഏറ്റവും അടുത്ത രക്തബന്ധത്തിൽ മരണപ്പെട്ട ആരെങ്കിലും കാണുമല്ലോ, അവരുടെ മരിച്ച മാസം, മരിച്ച നക്ഷത്രം, പേര്, ഇത് 3 എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ആ മരിച്ച മാസത്തിൽ മരിച്ച നക്ഷത്രം വരുന്നതെന്ന് അത് വർഷത്തിൽ 1 വരത്തുള്ളൂ. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഇതുപോലെ 3 ദിവസം മുമ്പ് വ്രതം എന്ന് പറഞ്ഞാൽ സാധാ വ്രതം മതി. പിന്നെ ആ മരിച്ച നാളിനും മരിച്ച ദിവസവും ശിവക്ഷേത്രത്തിൽ പിതൃപൂജ അല്ലെ കൂട്ട നമസ്കാരം ഒക്കെ ചെയ്യാം. അന്ന് അതിന്റെ തലേദിവസം ഒരിക്കലൂടെ നിൽക്കുകയാണ് നല്ലത്. അങ്ങനെ ശിവക്ഷേത്രത്തിൽ വർഷത്തിൽ 1 ചെയ്യുക. അങ്ങനെ ചെയ്തവർക്ക് ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ. ഒരുപാട് നടക്കാത്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൂടെ ചെയ്യണം. അത് ഇതിന്റെ ഭാഗമായി ഇതിന്റെ കൂടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് വർഷത്തില് ഇപ്പം ഒരാള് ആ ഏത് മാസമാണോ മരിച്ചത്, ആ മരിച്ച മാസം മരിച്ച നക്ഷത്രം പിന്നെ എടുക്കുന്നത്. മരിച്ച നക്ഷത്രത്തില് മരിച്ച അയാളുടെ പേര്, നിങ്ങളുടെ അടുത്ത രക്തബന്ധത്തിൽ ഏറ്റവും അവസാനം മരിച്ച ആള്, ഇത് വർഷത്തിൽ 1 വീതം ചെയ്തു പോകണം. അത് വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കും. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ ഒരു പൂർണ്ണത ഉണ്ടാകുന്നത്, ജീവിതം മാറുന്നത്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ജീവിതം മാറുന്നത്. നമ്മളല്ലാതെ ചെയ്തു എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. ഇനി 2ാമത്തെ കാര്യം,
രണ്ടാമത്തെ കാര്യം, കറുത്തവാവ് എല്ലാ മാസവും വരും. അന്ന് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ഭദ്രകാളി അമ്മയ്ക്ക് ഒരു കടുംബായുസോ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നെയ്വിളക്ക് ഇത് സമർപ്പിക്കുക. എൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും അമ്മയെ സമ്പത്തും ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം നൽകണേ എന്ന് പറയുക. പിന്നെ അന്നേ ദിവസം കുളമുള്ള ഭദ്രകാളി ക്ഷേത്രം തിരഞ്ഞെടുക്കണം. അവിടെ മലര് കൊണ്ട് മീനൂട്ട് നടത്തുക. ഇത് രാവിലെ തന്നെ ചെയ്യണം. രാവിലെ പറയുന്ന കാര്യം രാവിലെ ചെയ്യണം. ഇത് സാധിക്കുന്ന പോലെ കർത്തവാവ് തോറും ആവർത്തിക്കുക. ഇതുകൂടെ ചെയ്താൽ പരിപൂർണമായി യാതൊരു സംശയം വേണ്ട. ഇപ്പം കർക്കിടകവാവിന് ബലി പറഞ്ഞാൽ അത് കർക്കിടകവാവ് ബലിക്ക് ചെയ്യുക. അത് കൂടാതെ വർഷത്തിലും ചെയ്യാവുന്ന ഒരു കാര്യം, മാസം തോറും ചെയ്യാവുന്ന ഒരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായി വരാൻ വേണ്ടിയാണ്. അതൊക്കെ ചെയ്തവർക്ക് ജീവിതത്തിൽ എല്ലാ ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് പറ്റുന്നവർക്ക് ചെയ്യുക. ഞാനത് പറയുന്നതേ ഉള്ളൂ. കരിമാത്ര ക്ഷേത്രമുണ്ട്. അവിടെ കർക്കിടക ബലിയോടനുബന്ധിച്ച് അടുത്ത ദിവസങ്ങളിലൊക്കെ അവിടെ പോയി തൊഴാൻ പറ്റുന്നവർ, അത് കുട്ടനാട് ഭാഗങ്ങളിലുള്ളവർക്കാണ് സൗകര്യം, അവിടെ ഉള്ളവർക്ക് വേണ്ടി പറയുന്നതാണ്. പോയി തൊടുകയാണ്, നല്ലതാണ്. കരിമാത്ര വളരെ വിശേഷമാണ്. ഈ കർക്കിടക ബലി അന്ന് പോയാലും അതിന് കുറച്ച് ദിവസം തലേദിവസം പോയാലും അല്ലെങ്കിൽ മുമ്പത്തെ ദിവസങ്ങൾ ആ ആഴ്ച പോയാലും ഒക്കെ നല്ലതാണ്. പോയി തൊടുകയാണ്, നല്ലതാണ്. കുട്ടനാട് ഏരിയകളിൽ ഉള്ളവർക്കൊക്കെ അത് നല്ലതാണ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കരിമാത്ര ബഹുവിശേഷമാണ്. അവിടെ ഈ കർക്കിടക ബലി അവിടെ ഇട്ടിയച്ഛനാണ്. ഇട്ടിയച്ഛനെ സർപ്പദേവതകളെ ഒക്കെയാണ്, വളരെ അച്ചട്ടാണ്. അപ്പം അത് വളരെ നല്ലതാണ്. അപ്പോൾ കുട്ടനാട് ആ ഏരിയയിലുള്ളവർക്കൊക്കെ അത് ചെയ്താൽ നല്ലതാണ്. ഞാൻ അവർക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഈ പറഞ്ഞ കർക്കിടക ബലി ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആ ഒരു പ്രാർത്ഥനയോടുകൂടി ചെയ്യുക. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ ആ പിതൃക്കൾക്കെല്ലാം മോക്ഷം ഉണ്ടാകുമ്പോൾ അതിനൊരു കാരണക്കാരൻ ഞാനോടാണ്. എനിക്ക് സന്തോഷമാണ്. നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ ജന്മം കൊണ്ട് ഒരു അർത്ഥമുണ്ടാകുകയാണ്. അപ്പോൾ ആ പിതൃക്കൾക്കൊക്കെ ഒരു മോക്ഷഗതി ഉണ്ടാകുമ്പോൾ, ആ ഒരു ഈശ്വരീയമായ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ ഞാനും അതിനൊരു കാരണക്കാരനാണ്. ഈ നാവ് കൊണ്ട് പറയുന്ന കാര്യങ്ങളാണ്. ആ പ്രാർത്ഥനകളൊക്കെ ചെയ്യുമ്പോൾ അത് വളരെ സന്തോഷമുണ്ട്. പിതൃക്കൾക്കുള്ള കാര്യങ്ങൾ ഒരിക്കലും മുടക്കരുത്. മുടക്കിയാൽ നമ്മുടെ ജീവിതത്തിലെ പിതൃദോഷം കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ജോലി തടസ്സം, ഉയർച്ചയ്ക്ക് തടസ്സം, സന്താനങ്ങളെ കൊണ്ട് പ്രശ്നങ്ങൾ, ചിലർക്ക് സന്താനങ്ങൾ ഉണ്ടാകാൻ തടസ്സങ്ങൾ, പിന്നെ ചിലർക്ക് എന്തുണ്ടല്ലോ അനുഭവിക്കാൻ ഒരു യോഗം കാണത്തില്ല. ചിലരുടെ അച്ഛനും അമ്മയും ഒക്കെ കുടുംബം അടിച്ചു പിരിഞ്ഞ് അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ എന്ന് വേണ്ട നാനാവിധ ദുരിതങ്ങളായിരിക്കും. അപ്പം പിതൃക്കൾക്കുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മുടക്കരുത്. പിതൃ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ മുമ്പ് ജീവിച്ചിരുന്ന, നമ്മുടെ തലമുറയിൽപ്പെട്ട, നമ്മുടെ കുടുംബത്തിൽ ജീവിച്ചിരുന്ന മരണപ്പെട്ടു പോയ ആളുകളാണ്. അവരുടെ ആ ഒരു DNA ആണ് നമ്മുടെ. അപ്പം നമ്മൾ അവരെ സ്മരിക്കുമ്പോൾ ആ സൂക്ഷ്മ രൂപത്തിലുള്ള അവരുടെ എനർജിയും പ്യൂരിഫൈ ചെയ്യുകയാണ്, അവരുടെ എനർജിയും ശുദ്ധമാവുകയാണ് നമ്മളെ പ്രാർത്ഥിക്കുമ്പോൾ. ഈ പ്രാർത്ഥനയിലാണ് കാര്യം കേട്ടോ. തർപ്പണത്തിലും എല്ലാം കാര്യമുണ്ടെങ്കിലും പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ അവരെ സ്മരിക്കാൻ ഒരു ദിവസം നമ്മൾ മാറ്റിവെക്കുമ്പോൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥന ചെയ്യാൻ ഒരു ദിവസം മാറ്റിവെക്കുമ്പോൾ അത് വളരെ ഒരു നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യമാണ്. നമ്മൾ ആകാശത്തു നിന്നും വീണവരൊന്നുമല്ല, ഒരു തലമുറയുടെ ഭാഗമാണ്. അപ്പം നമ്മുടെ കുടുംബത്തിൽ നമുക്ക് മുമ്പ് ജീവിച്ചിരുന്നവരുണ്ട്. അവരുടെ DNA നമ്മുടെ DNAയിലായിട്ട് കണക്ഷനും പല കാര്യങ്ങളും. ഇപ്പം എൻ്റെ അപ്പൂപ്പന് ജ്യോതിഷം അറിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ഒരു സംഭവം എനിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ DNA അതുണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കുടുംബത്തിൽ മുമ്പ് ജീവിച്ചിരുന്നവരുടെ കഴിവുകളും ഗുണങ്ങളും പുണ്യങ്ങളും ശാപങ്ങളും ഒക്കെ നമ്മുടെ DNAയിലും ബാധിക്കും. കാരണം അതൊക്കെ നമ്മുടെ സ്വഭാവത്തിലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഒരു സൂക്ഷ്മരൂപത്തിലുള്ള ഒരു ചൈതന്യം ശുദ്ധിയാകുമ്പോൾ നമ്മുടെ DNAയിലും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലും ആ ഒരു അനുഗ്രഹം ഉണ്ടാകും ഓട്ടോമാറ്റിക്കായിട്ട്. അതുകൊണ്ട് തന്നെയാണ് പിതൃപ്രീതി അനിവാര്യമാണെന്ന് പറഞ്ഞത്. ഒരു എത്ര 1000 ഹോമങ്ങൾ ചെയ്താലും ചിലപ്പോൾ കിട്ടാത്ത ഫലങ്ങൾ ഒരു പിതൃബലി ഇടുമ്പോൾ ചിലപ്പോൾ കിട്ടും. അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. ഞാൻ ഈ പിതൃബലി തിരുനെല്ലി, തിരുവല്ലം, പിന്നെ വീട്ടിലിടാം ഒക്കെ ഏറ്റവും ശ്രേഷ്ഠമാണ്. തിരുനെല്ലി അതിവിശേഷമാണ് ഈ ബലിയിടാൻ വേണ്ടി. അപ്പം ഞാൻ പറഞ്ഞു തിരുനെല്ലി പോയി, അങ്ങനെ അത് അവിടെ എന്നും ബലിയുണ്ട്. എന്ന് പോയാലും ബലിയിടാം. അത് അതിന് മുമ്പ് മഹാദേവന്റെ ഒരു ക്ഷേത്രമുണ്ട്. അവിടെ നെയ്വിളക്കൊക്കെ തെളിയിച്ചിട്ടാണ് തിരുനെല്ലി പോയി ബലിയിടുന്നത്. അപ്പോൾ ഈ തിരുനെല്ലി പോയി ഞാനിതുപോലെ ബലിയിടാൻ പറഞ്ഞ
കുറേ ആളുകളുടെ ജീവിതത്തിൽ അതുപോലെ അന്ന് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഈ നിങ്ങളിപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്യുക, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. തിരുനെല്ലിയിലൊക്കെ എപ്പം വേണേലും പോകാം. അത് ഈ മഴയും പ്രശ്നങ്ങളും ഇല്ലാത്ത സമയങ്ങളിൽ പോകണമെന്നുള്ളൂ. അവിടെ എന്നും ബലിയുണ്ട്. അപ്പം അത്ര ശ്രേഷ്ഠമാണ് ഈ പിതൃകർമ്മം എന്ന് പറയുന്നത്, പിതൃപ്രീതി എന്ന് പറയുന്നത്. ഒരു പരമ്പര, നമ്മുടെ ആ ഒരു കുടുംബ പരമ്പര, ആ ഒരു കുടുംബത്തിന് തന്നെ ഒരു ഐശ്വര്യം ഉണ്ടാകും. പിതൃക്കളുടെ അനുഗ്രഹമുള്ള വീടുകളിൽ ആ കുട്ടികൾ ഒക്കെ സന്താനങ്ങളെല്ലാം ഏറ്റവും ടോപ്പിൽ വരികയും ചെയ്യും. അവരൊക്കെ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരുമായിരിക്കും. അവരെ കൊണ്ട് നല്ല അനുഭവങ്ങളും ഉണ്ടാവും. അതാണ് പിതൃപ്രീതിയുടെ ഒരു ഗുണം. അപ്പം ഇത് എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല കാര്യമായതുകൊണ്ട് ഇത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ഞാൻ ചെയ്തതിനോട് 100% സത്യസന്ധമായി ആത്മാർത്ഥയോടെ പ്രാർത്ഥനയോടാണ് ഈ പറഞ്ഞു തന്നതല്ല. അപ്പം അത് ഒരാളെ ചെയ്തുള്ളെങ്കിലും ആ കുടുംബത്തിലെ പിതൃക്കൾക്ക് മോക്ഷം കിട്ടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതെനിക്ക് ഉറപ്പുണ്ട്. അപ്പം നമ്മളുടെ നാവ് കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഒരു പിതൃക്കൾക്ക് മോക്ഷം കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് മഹേശ്വരൻ്റെ, പരമേശ്വരൻ്റെ മഹത്വം എന്ന് മാത്രം പറയുന്നു. എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ. ഈ ഒരു നല്ല കാര്യങ്ങൾ നിങ്ങൾ അറിയാത്തവർക്ക് ഒന്നുകിൽ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞു കൊടുക്കുക. എങ്ങനെയാണെങ്കിലും ഇനിയും സമയമുണ്ട്. ഓഗസ്റ്റ് 3 ഇനിയും സമയമുണ്ട്. അപ്പം നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. എല്ലാവരുടെയും ജീവിതത്തിൽ ഗുണം ഉണ്ടാകട്ടെ. എന്നും ജീവിത ദുരിതങ്ങളൊക്കെ മാറട്ടെ. സന്താനങ്ങൾക്കൊക്കെ ഒരു ദീർഘായുസ്സും ഐശ്വര്യങ്ങളും ഉയർച്ചകളും സമ്പത്തും സമൃദ്ധിയും നല്ല ചിന്തകളും നല്ല സ്വപ്നങ്ങളും നല്ല ഭാവനകളും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. അപ്പോൾ എന്നാലാകുന്ന ഞാൻ പരമാവധി വിശദമായിട്ടാണ് പറഞ്ഞു തന്നത്. അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാന രഹസ്യം ഈശ്വരനോടുള്ള ഈ പ്രാർത്ഥനയാണ് കേട്ടോ. അതാണ് ഏറ്റവും പ്രധാന രഹസ്യം. അത് ഞാൻ അതുപോലെ തന്നെയാണ് പറഞ്ഞു തന്നത്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇനിയിപ്പം ഞാൻ ഓർത്തു വെച്ച കാര്യങ്ങൾ, മനസ്സിൽ തോന്നിയ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനാണ്, നമ്മൾ പലതും മനസ്സിൽ നിന്ന് ഓർത്ത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞ കാര്യങ്ങൾ, ഓർമ്മയെ വെച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ മനസ്സിൽ ഓർത്ത കാര്യങ്ങളെല്ലാം പരമാവധി പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും ചിലപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞു പോകാൻ വിട്ടുപോകാം, മനുഷ്യനല്ലയോ. ഏതായാലും ഞാൻ ഓർത്തെല്ലാം എന്നാൽ ആകുന്ന രീതി വിസ്തരിച്ച് വിശദമായിട്ട് സംശയമില്ലാത്ത രീതി പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവർക്കും ഫലം ഉണ്ടാകട്ടെ. പരമാവധി ആളുകളിലേക്ക് ഇതുള്ള നല്ല കാര്യങ്ങൾ എത്തിക്കണം. പരമാവധി ആളുകളിലേക്ക് നല്ല കാര്യങ്ങൾ മനസ്സിലാക്കണം. എല്ലാവർക്കും അതിൻ്റെ ഗുണമുണ്ടാകണം. എല്ലാവർക്കും മഹേശ്വരൻ്റെ, പരമേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം പരമേശ്വരൻ്റെ മഹത്വം മാത്രമാണ്, അല്ലാതെ എൻ്റെ കഴിവോ എൻ്റെ അറിവോ ഒന്നുമല്ല. എല്ലാം ഈശ്വരൻ്റെ ഒരു മഹത്വം. നമ്മൾ ഈ പിതൃക്കൾക്ക്, ഇത് ചെയ്യുന്ന കുടുംബങ്ങളിലെ എല്ലാ പിതൃക്കൾക്കും മോക്ഷം കിട്ടിയാലും അത് പരമേശ്വരന്റെ മഹത്വം മാത്രമാണെന്ന് ഞാൻ പറയുന്നു. എല്ലാം പരമേശ്വരനിൽ സമർപ്പിക്കുന്നു. ഓം ശിവം സർവം ശിവോഹം, ദേഹം ശംഭും ശിവോഹം, ദേവം വിഭും ശിവോഹം, ഗുരും പരം ശിവോഹം. ശിവശിവ എങ്കിലർ തീവണയെ ആളർ, ശിവശിവ என்றடா തീവണയെ മാലും, ശിവശിവ என்றடா തേവരുമാവർ, ശിവശിവ എന്ന ശിവഗതിദാനെ. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം കൃഷ്ണായ നമ. ഈ കൃഷ്ണനെയും ശിവനെയും ഒന്നും വേറിട്ട് കാണരുത് ഒരിക്കലും കേട്ടോ. എല്ലാം ഒന്ന് തന്നെയാണ്. അതൊരിക്കലും ചെയ്യരുത്. എല്ലാം ഒരുപോലെ തന്നെ കാണണം. എനിക്ക് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനും ഏറ്റുമാനൂരപ്പനും എല്ലാം ഒരേ ഭക്തിയാണ് എനിക്ക്. നമ്മളൊരിക്കലും വേറിട്ട് കാണരുത്. പിന്നെ ഞാൻ ശിവ ഉപാസന കൂടുതലായിട്ട് ചെയ്യുന്നു. പക്ഷേ ഞാൻ അതുപോലെ കൃഷ്ണനെയും വിളിക്കുന്നുണ്ട്. എല്ലാം ഒരുപോലെ കാണാവുള്ളൂ, വേറിട്ട് കാണരുത്. അത് ഏറ്റവും വലിയ അറിവാണ്, ജ്ഞാനമാണ്. ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. അത് ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.